1986 ജൂൺ 6-ാം തീയതി ജി ബാലചന്ദ്ര മേനോന്റെയും പുഷ്പയുടെയും മകളായി തൃശ്ശൂരിൽ ജനിച്ചു. ഹോളി ഫാമിലി ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് കലോത്സവ വേദികളിൽ ശ്രദ്ധേയയായി. ആദ്യ സിനിമയിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ജൂറി അവാർഡും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡും ബെസ്റ്റ് ന്യൂ ആക്ട്രസ് അവാർഡും കരസ്ഥമാക്കി. കാർത്തിക മേനോൻ എന്ന യഥാർത്ഥ പേര് കേട്ടാൽ ഒരുപക്ഷെ മനസ്സിലാകില്ല. തന്റെ 16-ാം വയസ്സിൽ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഭാവന. ഞാൻ +1 പഠിക്കുമ്പോഴാണ് മൂവിയിൽ വന്നത്. അതിനു മുൻപ് വെറുതെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ. പക്ഷേ സ്കൂളിൽ എനിക്ക് പഠിക്കുന്നതിനേക്കാളും താല്പര്യം ഡാൻസിനോടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം തുടങ്ങുമ്പോഴും ആൾക്കാർ ഞാൻ ഇപ്രാവശ്യം നന്നായി പഠിക്കും, നല്ല റാങ്ക് വാങ്ങിക്കുന്നൊക്കെയാണ് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക. എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ യൂത്ത് ഫെസ്റ്റിവൽ വരണം, ഈ ഡാൻസ് കളിക്കണം, ആ ഡാൻസ് കളിക്കണം, അങ്ങനത്തെയൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ. അപ്പോൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പോകുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ എൻട്രി എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. കാരണം ഞാനിത് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഇത് പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബാലമുരളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളാണ് നമ്മളിൻ്റെ കഥ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കമൽ സാറിൻ്റെ ഒരു മൂവി നമ്മൾ എന്നാണ് പേര്, അതിൽ 2 പുതുമുഖ നായകന്മാരും 2 പുതുമുഖ നായികമാരുമാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ACV ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മാസം 2 മാസം ചെയ്തിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഓൾറെഡി കലവൂർ രവികുമാർ ഉണ്ട്. അപ്പോൾ രവിചേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ മറ്റേ നമ്മളുടെ. അപ്പോൾ രവിചേട്ടൻ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കളകള സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രവിചേട്ടൻ ഓക്കെ കുട്ടി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, എന്തായാലും പുതുമുഖങ്ങളാണ് വേണ്ടത്, കമൽ സാർ തൃശ്ശൂരുണ്ട്, ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ട് കമൽ സാറിനെ കാണാൻ പോയി. അവിടെ ലൂസിയ പാലസ് എന്നൊരു ഹോട്ടലിൽ. അപ്പോൾ അവിടെ കമൽ സാറുണ്ട്. ഞാൻ ഫസ്റ്റായിട്ട് കമൽ സാറിനെ കാണുമ്പോൾ കമൽ സാർ ഇങ്ങനെ ഇരുന്നിട്ട് ജിഷ്ണു ചേട്ടനും സിദ്ധു ചേട്ടനും കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വന്നു, വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ സാർ അവർ പോയി കണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് പേര്, എന്ത് ചെയ്യണു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇത് ഇത്ര വലിയൊരു ഡയറക്ടറാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധമൊന്നും എനിക്കില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ബിസി ആയിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. ഇങ്ങനെ കമൽ സാർ ഞാനും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ എന്തോ കമൽ സാറിനെ ഓഡീഷന് വിളിച്ചിട്ട് സംസാരിക്കുന്ന പോലെയായിരുന്നു സംസാരം. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാണ്, ഞാൻ ഇന്ന ഡാൻസ് കളിക്കുന്നു, അപ്പം അങ്ങനെ ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കമൽ സാറും വിചാരിച്ചിട്ട് ഇത് പ്രാന്താണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കമൽ സാർ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ വർത്താനമുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവളെന്താ വീട്ടിലൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കമൽ സാർ പറഞ്ഞു, ശരി മോള് ഇപ്പോൾ പോയിക്കോളൂ. കമൽ സാറിന് ശല്യം സഹിക്കാൻ വയ്യാതെ കമൽ സാർ പറഞ്ഞു, പോയി തരുമോ പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ അതൊന്നുമില്ല. ഇപ്പോൾ ഓക്കെ നമ്മൾക്ക് സിനിമയിൽ വരും, സിനിമ കിട്ടും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട്, ഡേവിഡ് കാച്ചപ്പള്ളി. ഡേവിഡ് സാർ വിളിച്ചിട്ട് പറയണു, സിനിമയിൽ അഭിനയിക്കുന്നു കേട്ടോ, ഈ പടത്തിലുണ്ട് കേട്ടോ മോള്. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് പറയാൻ വരണം. ഞാനിങ്ങനെ അങ്ങനെ അന്തമായിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുക. കാരണം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സംസാരമാവും, ഞാൻ സിനിമാ നടിയാവും അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇത് സത്യമായി തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി, എന്താ ഞാൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാനപ്പോഴും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തലേദിവസം വിളിച്ചിട്ടുണ്ട്, നാളെ ഷൂട്ടുണ്ടാവുന്നു. കിടുകിട് ഭയങ്കര ടെൻഷൻ. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ല, എന്തൊക്കെയാവും ഒരു പിടിയില്ല. അപ്പം അതിനേക്കാളും മുമ്പ് ഒരു മേക്കപ്പ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിനേക്കാൾ കോമഡിയാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചാടയൊക്കെ കാണിച്ചിട്ട് ഞാൻ മേക്കപ്പ് ടെസ്റ്റിന് പോവാം. മേക്കപ്പ് ടെസ്റ്റ് പറയുമ്പോൾ നമ്മൾ സിനിമ നടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഗ്ലാമർ സിനിമ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഇവരിട്ട് ബ്ലാക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. കറുപ്പിച്ച് നല്ല കറുത്ത കുട്ടിയാക്കി, മുഷിഞ്ഞ ഡ്രസ്സൊക്കെ തന്ന് മുടിയൊക്കെ ചുളിച്ച് ഭയങ്കര മോശമാക്കി. ഞാനെന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടി നോക്കിയിട്ട് എനിക്ക് തന്നെ പേടി, ഇതെന്ത് ഇങ്ങനെ ഒരു രൂപം. അപ്പോഴത്തേനെ തുടരുത് മേക്കപ്പ് ഇട്ട് തുടരുത്. എനിക്ക് സങ്കടമാവാൻ തുടങ്ങി, ഇതെന്ത് ഇങ്ങനെയൊക്കെ. അപ്പോൾ കമൽ സാർ വന്നിട്ട് ഭയങ്കര ഓക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ചർച്ചയൊക്കെ. ഞാൻ വെച്ചു എന്തിനുള്ള പുറപ്പാടാണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കേണ്ട കേട്ടോ, നമുക്ക് പോവാം, കാരണം ഞാൻ ഭയങ്കര നടിയാവാന്നുള്ള രീതിയിലല്ലേ വന്നത്. അപ്പോൾ കമൽ സാറ് പറഞ്ഞു ഓക്കെ ഈ കുട്ടി കറക്റ്റാവും. അതോടുകൂടി ഞാൻ അയ്യോ പോയി, ഞാൻ വിചാരിച്ചിനിപ്പോൾ വേണ്ട, ഈ കുട്ടി വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ പറയണേന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത്. കാരണം കറുത്ത മേക്കപ്പൊക്കെ ഇട്ടിട്ട്
അപ്പോൾ ഈ കുട്ടി ഇപ്പം കറക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഇരിക്കും. കൗൺസിലറിനടുത്തോളം കാക്കുത്തിക്കാവലെ അപ്പൂപ്പന്താടികൾ എന്നുള്ള സിനിമ കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിലെ രേവതീനെ പോലെ ഉണ്ട്, അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ രേവതി കാക്കോത്തിക്കാവലെ അപ്പൂപ്പന്താടികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇത്തിരി കുഴപ്പമില്ലല്ലോ എന്നുള്ള പോലെയായി. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. എത്തിയാ ഞാൻ അവിടെ കാത്തുനിന്നപ്പോഴൊന്നും വന്നില്ല. കടയിൽ അരി മേടിക്കാൻ പിടിക്കടാ. പക്ഷെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം അവിടെ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരും ജിഷ്ണു ചേട്ടൻ്റെ സിദ്ധു ചേട്ടനെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും, എന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെ അതിനേക്കാൾ വലിയൊരു കോമഡി എന്നെ വിഷമിപ്പിച്ച് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് കോമഡിയാണ്. അന്ന് ഷൂട്ടിംഗ് കാണാനായിട്ട് ഇങ്ങനെ ചേരിയിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് പേര് വന്നു. അപ്പോൾ അതിലൊരു അമ്മൂമ്മ, ഒരു വയസ്സായിട്ടുള്ളൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, മോളെ വളരെ നന്നായി, നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനത്തേക്ക് ഒരു അവസരം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദൈവാനുഗ്രഹമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിക്കും. അപ്പോൾ അവരുടെ വിചാരം ഞാനും അവരെ പോലെ ചേരിയിലുള്ള ഒരാളാണ്. ഞാൻ ശരിക്കും അവിടെ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശി അതൊന്നും കേൾക്കണേ ഇല്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഇത് ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ്. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് പോയി. ഞാനപ്പോൾ എങ്ങനെയാ പറയാ, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ വേറൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്, ഞാനിത് മേക്കപ്പ് ഒന്നും പറയാനും പറ്റില്ല. ഫസ്റ്റ് ഷോട്ട് ഞാനിങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഫസ്റ്റ് ഷോട്ട് എടുക്കാനുള്ള കാരണം കമൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നമുക്കൊരു ഷോട്ട് വെറുതെ എടുക്കാം, നാളെ സുഹാസിനി മാഡം ആയിട്ടുള്ള കോമ്പിനേഷനാണ്, അപ്പോൾ അത് നിൻ്റെ ഫസ്റ്റ് ഷോട്ടായിട്ട് വെച്ചാൽ ചിലപ്പോൾ നീ നെർവസ് ആയി പോകും, അതുകൊണ്ട് നീ ഇന്ന് നമുക്കൊരു ഷോട്ട് എടുക്കാം. ഞാൻ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് ഇവർ പറഞ്ഞു ഓക്കെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കണം, എന്നിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. ഞാൻ വിചാരിക്കുന്ന ഇത്രേ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ. അപ്പോൾ ഇത് ഭയങ്കര കനം, ഈ അയൺ ബോക്സ് പഴയ അയൺ ബോക്സാണ്. അപ്പോൾ അതിനെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കയ്യടിയൊക്കെ. ഞാൻ വെച്ചാൽ ഇതെന്ത് സംഭവിച്ചാൽ എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണില്ല. ഒരു പറഞ്ഞു ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ സാർ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ താങ്ക് യു. അപ്പം എടുത്തു പറഞ്ഞു ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് 2 ഷോട്ടും കൂടി എടുക്കാമല്ലോ. ഞാൻ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡയലോഗും കൂടി തന്നു. ഡയലോഗ് തന്നപ്പോൾ എനിക്കാണെങ്കിൽ എളുപ്പം, കാരണം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അപ്പോൾ സംസാരിക്കുന്ന ഒരു ഡയലോഗും കിട്ടി, അതും തൃശ്ശൂർ ഭാഷ തന്നെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഈ കുട്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. ഞാൻ അങ്ങനെ അറിഞ്ഞു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തൊന്നുമല്ല, പക്ഷെ അത് എനിക്ക് ഈസി ആയിട്ട് തോന്നി. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഡയലോഗ് എന്താ ശ്യാമണ്ണ എന്ന് ജോലിക്ക് പോണില്ലേ എന്നുള്ളൊരു ഡയലോഗ്. എന്താ ശ്യാമണ്ണ ഇരിക്കണത്, ഇന്ന് പണിക്ക് പോണില്ലേ? എനിക്കപ്പോൾ അത് കടുകട്ടിയായിട്ടും തോന്നിയില്ല. ഓക്കെ, ഞാനപ്പോൾ സിനിമ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കണത് കരഞ്ഞ് വിളിച്ച് പിന്നെ ഇത്ര കുറേ ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാനൊക്കെ വിചാരിക്കണേ. അപ്പോൾ ഇത് ഞാൻ ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പിറ്റേ ദിവസം സുഹാസിനി മാഡം വന്നു, ഇങ്ങനെ ആ സീൻസ് എടുത്തു തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ ഷൂട്ടിംഗ് പോയി. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഓക്കെ ഹാപ്പി ആയിരുന്നു. ഞാൻ എന്നിട്ട് സിനിമ റിലീസാവാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം റിലീസായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര സിനിമാ നടിയായി പോയില്ലേ. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എൻ്റെ പടം റിലീസാവാൻ പോവാണ് അങ്ങനെ ഇങ്ങനെ കാരണം ഭയങ്കര ജാടയൊക്കെ ഇറക്കി. പടം റിലീസായിട്ടുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ എന്നെ ആർക്കും അറിയില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യണില്ല. അത് അതിനേക്കാൾ വലിയ വിഷമം. ഞാൻ വിചാരിക്കും എൻ്റെ ദൈവമേ എനിക്കിനി വേറെ പടം കിട്ടിയില്ലെങ്കിൽ ഇതോടുകൂടി കഴിഞ്ഞല്ലോ, എന്നാൽ ഒരു പടത്തിലെങ്കിലും അഭിനയിച്ചു എന്തെങ്കിലും പറയണ്ട, അതും ആൾക്കാർ വിശ്വസിക്കില്ല. എന്താ ചെയ്യുക, ഞാനിങ്ങനെ മുമ്പ് പോയി നിന്നാലല്ലോ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് ഏതാ കുട്ടിയെന്ന്. അപ്പം എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി. നിന്നെയൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി. എനിക്ക് സങ്കടം. നമ്മളുടെ തിരക്കഥയൊന്നും ഞാൻ വായിച്ചിട്ടില്ല. നമ്മളുടേതല്ല, ഞാൻ ഒരു പടത്തിൻ്റെയും തിരക്കഥയൊന്നും വായിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഇപ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് കഥയൊന്നും മുഴുവൻ അറിയൊന്നുമില്ല. എൻ്റെ കഥാപാത്രം അറിയാം. എൻ്റെ കഥാപാത്രം പരിമളം എന്നാണ് പേര്. ഇങ്ങനെ ചേരിയിൽ താമസിക്കുന്നു, ഇങ്ങനെ അയൺ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ജിഷ്ണു ചേട്ടനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതൊക്കെ അറിയാമെന്നല്ലാതെ എനിക്ക് ഫുൾ കഥയൊന്നും അറിയില്ല. സിനിമ കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലേ കഥ എന്നുള്ളത് എനിക്കറിയുള്ളൂ. അങ്ങനെ തിരക്കഥ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ ഒരു ഹീറോ വായിക്കുന്ന പോലെ ഹീറോയിൻ വരുന്ന തിരക്കഥ വായിക്കുന്നു എന്നുള്ള സംഭവമൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് തിരക്കഥ തരും, ഞാൻ വായിച്ചിട്ടേ അഭിനയിക്കുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്ക്. കാരണം അവർ കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള കണ്ടന്റ് എനിക്ക് പറഞ്ഞു തരും. കമൽ സാറിൻ്റെ കൂടെ ഞാൻ 2 പടമാണ് ചെയ്തത്. ഒന്ന് സ്വപ്നക്കൂട്. കമൽ സാറ്
എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോ പടം കമ്മിറ്റിയപ്പോഴും കമൽ സാറിനെ വിളിച്ച് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ കമൽ സാറ് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന പടങ്ങളും ഒക്കെ ഒരു നോക്കുന്ന ആളാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ അപ്പം പറയാം ഞാൻ മറ്റേ പടം കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. ശരിക്കും കമൽ സാറിൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഒരു മോനും ഒരു മോളാണ് കമൽ സാറിന്. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് കമൽ സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, എൻ്റെ മോളെ പോലെയാണ് നീ എന്ന് പറയാറുണ്ടായിരുന്നു കമൽ സാർ. അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ തൊട്ടിട്ട് എനിക്ക് ഞാൻ വലിയൊരു ഡയറക്ടറാണ് അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനവിടെ മാറിയിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്താ മാറിയിരിക്കണേ, വാ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. ഡയലോഗ്സ് ഫുൾ പഠിച്ചു. അപ്പോൾ എനിക്ക് തുടങ്ങിയ സമയത്ത് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് ഞാൻ സംസാരിക്കുമ്പോൾ. ഇപ്പോൾ ഉള്ള സ്പീഡിനേക്കാളും ഒരു 10 ഇരട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല, കിടുകിട് അതങ്ങ് തീരും. അപ്പോൾ അത് എന്നിട്ട് കമൽ സാറിന് ഒന്നും മനസ്സിലാവില്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കമൽ സാർ എന്നിട്ട് 2 പേജ് ഡയലോഗൊക്കെ കൊണ്ടിട്ട് ഇത് പഠിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ ഞാൻ പഠിച്ചിട്ട് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തീർക്കും. കമൽ സാർ നീ ഇത് മുഴുവൻ പറഞ്ഞു, ഞാനത് മുഴുവൻ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഇതുണ്ടായിരുന്നു എനിക്ക്. അത് ഇപ്പോഴും ഉണ്ട് കുറേശ്ശെ, അതെനിക്ക് കുറേശ്ശെ മാറ്റണം. അപ്പോൾ കമൽ സാറാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ സ്പീഡ് കാരണം തൃശ്ശൂരിലത്തെ ആൾക്കാർ മാത്രമല്ല സിനിമ കാണുന്നത്, എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളൊരു ഇത്. അങ്ങനെയാണ് ഞാൻ പതുക്കെ അത് ഇഞ്ചക്ട് ചെയ്ത് അതിങ്ങനെ. ഫസ്റ്റ് സോങ് ഇത് കാത്തൊരു മഴയത്ത് സോങ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡാൻസ് മാസ്റ്റർ അന്ന് ശാന്തി മാസ്റ്ററായിരുന്നു. ശാന്തി മാസ്റ്ററിനെ വന്നപ്പോൾ തന്നെ എനിക്ക് പേടിയായി കണ്ടപ്പോൾ. കാരണം ഭയങ്കര ഗൗരവത്തിൽ വന്നിട്ട് എന്താണ് തമിഴ് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ തമിഴ് അറിയില്ല. അപ്പോൾ വന്നിട്ട് ആ പുതിയ കുട്ടിയാണല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ വെച്ചു എൻ്റെ അമ്മോ ഭയങ്കര ജാടയായിരിക്കുമല്ലോ എന്ന്. എന്നിട്ട് പക്ഷേ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. ഞാൻ പിന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെ അവർ പറഞ്ഞെന്ന പോലെയൊക്കെ തന്നെ ചെയ്തു. അങ്ങനെ അതൊരു നൈറ്റ് സീക്വൻസ് ആയിരുന്നു. എനിക്കെല്ലാം ഒരു ത്രില്ലായിരുന്നു. അപ്പോൾ ആദ്യ നായകൻ ജിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു നായകൻ എന്നുള്ള സംഭവം അതിനകത്ത് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ജിഷ്ണു ചേട്ടനോട് എനിക്ക് അതിനകത്തൊരു ചെറിയ ക്രഷ് പോലെ ഉണ്ട്, ഒരിഷ്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ജിഷ്ണു ചേട്ടൻ ഒരിക്കലും എന്നോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്ന ഒരു സീക്വൻസും ഇല്ല. അങ്ങനെ ഒരു ഡിബേറ്റോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വന്നത് ക്രോണിക് ബാച്ചിലർ ആണെങ്കിലും ഒക്കെയാണ്. ക്രോണിക് ബാച്ചിലറിലും എനിക്ക് ഒരു മുകേഷ് ഏട്ടനായിട്ടുള്ളൊരു പെയറിങ് ഉണ്ടെങ്കിലും അങ്ങനെ ഒറ്റയ്ക്കൊരു പാട്ടോ അങ്ങനെയുള്ള സീക്വൻസ് ഒന്നുമില്ല. മമ്മൂക്കയുടെ അനിയത്തി എന്നുള്ളതായിരുന്നു അതിലത്തെ ഏറ്റവും പ്രൊമിനൻസ് ആ ക്യാരക്ടറിന്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു സോളോ ഹീറോനായിട്ട് ആദ്യമായിട്ട് വന്ന മൂവി CID മൂസയാണ്. അതിലാണ് ഞാനൊരു നായകൻ നായിക ഒരു പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം വന്നത്. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞത് ഞാൻ നമ്മളിൽ കരഞ്ഞിട്ടില്ല. ക്രോണിക് ബാച്ചിലറല്ല ഞാൻ നമ്മൾ കഴിഞ്ഞാൽ സിബി സാറിൻ്റെ പടം ചെയ്തിട്ടുണ്ട്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്ന് പറഞ്ഞിട്ട്. മറ്റേ സിബി സാറിൻ്റെ ഒരു മൂവി അത് റിലീസാവാനൊക്കെ ഒരുപാട് ലേറ്റായി. പിന്നെ കിസാൻ എന്ന് പേര് മാറ്റി. ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഗ്ലിസറിൻ ഇടുമ്പോൾ സിബി സാർ എല്ലാവരും വെയിറ്റിംഗാണ്. നീ നമ്മളിൽ കരഞ്ഞിട്ടില്ലല്ലോ? ഞാനില്ല കരഞ്ഞിട്ടില്ല. ഗ്ലിസറിൻ ഇടും കേട്ടോ അത് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ് ഇവർ. ഞാനെങ്ങനെ ഗ്ലിസറിൻ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്ലിസറിൻ ഇടുമ്പോൾ ഭയങ്കര നീറ്റലാണ്. അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ കടന്ന് ചാടി മറിഞ്ഞ് കണ്ണ് തുറക്കാൻ പറ്റണില്ല, എനിക്ക് അത് ലൈറ്റ് നോക്കാൻ പറ്റണില്ല, ഭയങ്കര പ്രശ്നം. ഇവരിടുന്ന ചിരിയോട് ചിരി. ആദ്യത്തെ ഡബ്ബിങ് നമ്മൾ തന്നെയാണ്. നമ്മൾ ഡബ്ബിങ്ങിന് എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ അതേപോലത്തെ വർത്തമാനമായിരുന്നു നമ്മളിൽ. അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് പടത്തിൽ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു വള്ളുവനാടൻ രീതിയിൽ അതെയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്കത് പരിചയമില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ തന്നെയാണ്. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ കലബല സംസാരിക്കുന്ന അതേ ക്യാരക്ടർ രൂപം മാത്രം മാറ്റം. കൊച്ചിനിൽ വന്നിട്ട് ആണ് ഞാൻ ഫസ്റ്റായിട്ട് സിനിമ കണ്ടത്. അത് ഇവിടെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തപ്പോൾ എൻ്റെ സീൻസ് മാത്രം ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് കണ്ടപ്പോൾ കവിതയിലോ മറ്റോ ആയിരുന്നു നമ്മൾ. ഞാൻ ജിഷ്ണു ചേട്ടൻ സിദ്ധു ചേട്ടനൊക്കെ പോയി പടം കഴിഞ്ഞിട്ട് ഇറങ്ങി ജിഷ്ണു ചേട്ടനെ സിദ്ധു ചേട്ടനെ ആൾക്കാരുടെ അടുത്ത് പൊന്തിച്ചിട്ട് ഭയങ്കര ബഹളം കയ്യടി. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ മൈൻഡ് ചെയ്യില്ല. എന്നെ ഉന്തി മാറ്റിയിട്ടൊക്കെ ആൾക്കാർ പോയിട്ട് ജിഷ്ണു ചേട്ടൻ സിദ്ധു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സങ്കടമായിട്ടോ ഞാനിങ്ങനെ വിചാരിക്കുക ഞാൻ എന്തിനും ഇതൊക്കെ സ്വപ്നം കണ്ടു, ഒന്നുമില്ല, ആർക്കും മൈൻഡല്ല. എന്നെ ഉന്തി മാറ്റിയിട്ടൊക്കെ എന്നെ വന്നിക്കുന്ന മാറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉന്തി മാറ്റിയിട്ടൊക്കെ പോകുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ഇവരെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി ബഹളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക
നിങ്ങളുടെ പടത്തിൽ കറുത്തിട്ടുള്ളൊരു കുട്ടി അഭിനയിച്ചിട്ടില്ലേ, ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് പറയൂട്ടോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ ബൾബ് എത്തിയ പോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണേ. കാരണം അപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. അപ്പോൾ സിദ്ധു ചേട്ടൻ പറയാ ഈ കുട്ടിയാട്ടോ ആ കുട്ടി. അപ്പോൾ ആ ബഹളം ഒന്ന് പെട്ടെന്നൊന്ന് നിന്നു. അപ്പം എന്നെ എല്ലാവരും നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ആർക്കും വിശ്വാസം, ഈ കുട്ടിയാണ് ആ കുട്ടി. അപ്പം ഞാൻ അതേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ തന്നെയാണ്. കാരണം അതേ സൗണ്ട്, അതേ ഭാഷ, അതേ തൃശ്ശൂർ. അപ്പോൾ പറഞ്ഞാൽ ഈ കുട്ടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് അടുത്ത പടം കിട്ടും, അല്ലെങ്കിൽ അതിനടുത്ത പടം കിട്ടും. പിന്നെ ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിക്കും, തമിഴിൽ അഭിനയിക്കും, തെലുങ്കിൽ അഭിനയിക്കും, കന്നഡത്തിൽ അഭിനയിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു ദൈവാനുഗ്രഹം പോലെ ഒരുപാട് നല്ല പടങ്ങൾ കിട്ടി, നല്ല ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. ഇത്രയും കാലമായിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം അതൊക്കെ ഒരു എക്സ് ഫാക്ടറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എല്ലാം എൻ്റെ കഴിവാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. എന്നേക്കാൾ നന്നായി അഭിനയിക്കുന്ന, എന്നേക്കാൾ നല്ല സൗന്ദര്യമുള്ള എത്രയോ പേരുണ്ട് പുറത്ത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ദൈവത്തിനോടും എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.